ഈ റോഡിന്റെ, ഈ സമ്മേളനം നടന്ന റോഡിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയാണ്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു വിഭാഗം ജനങ്ങൾ വരുന്ന റോഡാണ്. ഈ റോഡിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമുണ്ട്, ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. വളരെ ബിസി ആയിട്ടുള്ള ഒരു റോഡ് എന്ന് പറയാം ഈ റോഡിനെ. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആയ വലിയ തിരക്ക്, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ, ഓഫീസ് കഴിഞ്ഞ് കോടതി കഴിഞ്ഞ് പോകുന്ന ജീവനക്കാർ, ജോലിക്കാർ, ഇങ്ങനെ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ റോഡിൽ സാധാരണ നിലയിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം അല്ല എങ്കിൽ, പോലീസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ് കേട്ടോ, ഇത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണ്, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം അല്ല എങ്കിൽ ഇങ്ങനൊരു സമ്മേളനം അനുവദിക്കപ്പെടുമായിരുന്നു, പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നു എന്ന് ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷേ, ഒരിക്കലും ഇല്ലല്ലോ. ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പല സംഘടനകളും സമരം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPIയുടെ സംഘടന സമരം ചെയ്തപ്പോൾ, ജോയിന്റ് കൗൺസിലോ അങ്ങനെ എന്തോ സംഘടന, അവർ സമരം ചെയ്തപ്പോൾ മാത്രം വേദി റോഡിലേക്ക് ഇറങ്ങി. മറ്റ് കേരളത്തിലെ മുഴുവൻ സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മതിലിനോട് ചേർന്നുള്ള ഫുട്പാത്തിലാണ് അവരുടെ കസേര ഇടുന്നതും മറ്റ് സമരപ്പന്തൽ ഒരുക്കുന്നതും. എങ്ങനെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഘടകകക്ഷി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേദി പതുക്കെ റോഡിലേക്ക് ഇറക്കാൻ പറ്റിയത്? ഭരിക്കുന്ന ഒന്നാമത്തെ കക്ഷി ആയതുകൊണ്ടാണ് CPMന്റെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനവും നാടകം കളിയും ഒക്കെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് പൊതുവഴിയിലേക്ക് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും കൺമുമ്പിലേക്ക് ഇറക്കി വയ്ക്കാൻ ഇവർക്ക് തോന്നിയത് ഭരിക്കുന്ന സംഘടനയുടെ ഭാഗം ായതുകൊണ്ടാണ്. ഇവിടെ ഈ അനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പാർട്ടിയുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞ ന്യായങ്ങളൊന്നും നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന്. അന്ന് പറഞ്ഞ ന്യായങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഇവർക്ക് തിരിച്ചറിവ് വന്ന് എപ്പോഴാണ് അഭിലാഷേ? ഹൈക്കോടതി ഇടപെട്ടപ്പോ, ചെവിക്ക് പിടിച്ചപ്പോ, അവിടുത്തെ SHOയെ വിളിച്ച് വിരട്ടിയപ്പോ. അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആ റിപ്പോർട്ടിങ്ങിലൂടെ പുറത്തു വന്നതെന്ന് ആക്ഷേപിച്ച MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് മാപ്പ് പറയാൻ നിങ്ങൾ പറയണം. നിങ്ങളുടെ പാർട്ടി ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഹുങ്കിൽ പാവപ്പെട്ടവരുടെ പൊതുവഴിയിൽ കയറി റോഡ് കയ്യേറി സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അതിനെതിരെ സംസാരിച്ച പ്രതിപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് പറഞ്ഞതിനെതിരെ മാപ്പ് പറയാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമോ? ഇവിടെ ഞാൻ പറയുന്നത്, പന്തൽ കെട്ടിയവർക്കെതിരെ മാത്രം കേസെടുത്താൽ പോരാ, പന്തൽ കെട്ടിച്ചവർക്കെതിരെ കേസെടുക്കണ്ടേ? പന്തൽ കെട്ടിച്ചവരെ കണ്ടാലറിഞ്ഞാൽ മാത്രം പോരല്ലോ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ MLA, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയ് MLA, ഇവരെ ഒന്നും കണ്ടാൽ മാത്രമേ പോലീസ് അറിയുള്ളൂ. പന്തൽ കെട്ടിച്ചവരെയും ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചവർക്കെതിരെയും കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ആർജവമുണ്ടോ? ഒന്നാം സ്ഥാനം കിട്ടിയ പോലീസല്ലേ? ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം കിട്ടിയ ആഭ്യന്തര വകുപ്പിന്റെ പോലീസല്ലേ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ആർജവമുണ്ടോ? എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇവിടെ ഹാളിൽ നടത്തിയാലേ, ഇവരുടെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഹാളിൽ നടത്തിയാൽ പാർട്ടിയിലെ നേതാക്കന്മാർ പുറത്തു നിന്ന് പൂട്ടിയിടുമെന്ന് പേടിച്ചിട്ടായിരിക്കും പൊതുവഴി കയ്യേറിക്കൊണ്ട് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള ആ നാടകം കളിച്ചതിന് ശേഷം ആ വഴിയിൽ പോയ മനുഷ്യർ മുഴുവൻ വിചാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ, കേരളത്തിലെ ആളുകളെ കലാപകാരികളാക്കുമെന്നുള്ള ധാരണയോടെ ആ വഴിയിലൂടെ പോകുന്നത്. ആളുകൾ ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ ഇവർക്കെതിരെ കലാപത്തിന് കോപ്പ് കൂട്ടേണ്ടി വരും. ഇവര് ഈ മൂന്നാം വട്ടം തുടർഭരണം കിട്ടിയപ്പോൾ, അല്ല രണ്ടാം വട്ടം തുടർഭരണം കിട്ടിയപ്പോൾ ഇവരല്ല ജയിച്ചത്, പരാജയപ്പെട്ടത് ഈ നാട്ടിലെ ആളുകളാ. ഇവർക്ക് ഭരണം കിട്ടിയപ്പോൾ, ഇവർ ജയിച്ചപ്പോൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിന്റെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം പൊതുവഴിയിൽ നിന്നൊന്ന് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ആ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ CPMകാര്. അവരുടെ പാർട്ടി, അവരുടെ സമ്മേളനത്തിന്റെ വേദി ഒന്ന് പൊതുവഴിയിൽ നിന്ന് മാറ്റിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം പോലീസിനുണ്ട്. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യയാണിത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ, മർഡറേഴ്സ് ആണ് ഇവര്.